Hello, Makle. നമ്മുടെ എക്സാംസ് ഒക്കെ ഇതാ നമ്മൾ അടുത്തെത്തി പോയി. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് കുറച്ച് ടിപ്സ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് വേണ്ടി നമുക്ക് കുറച്ച് ടിപ്സ് നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് മിസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യുക, ലാസ്റ്റ് വരെ ഈ ഒരു വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഇതാ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് സമയമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. എന്തൊക്കെയാണ് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കേണ്ടത്, അതായത് നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, അധികം പഠിക്കേണ്ടാത്തത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് എന്നുള്ളതൊക്കെ പ്രയോറിറ്റി നമ്മൾ നിശ്ചയിക്കുക. അതേപോലെ റിമൈൻഡേഴ്സ്, ഓരോ കാര്യങ്ങൾ ഇന്ന സമയത്ത് ചെയ്യണം എന്നുള്ളത് റിമൈൻഡേഴ്സ് വയ്ക്കുക. എഫിഷ്യൻ്റ് ആയിട്ട്, അതായത് നമ്മൾ ചെയ്യുന്ന സമയം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. ദെൻ നമ്മൾ എന്താവുക, നമ്മൾ അലേർട്ടായിട്ടിരിക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ടൈം നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് ഇനി ആവശ്യമുണ്ട്. കാരണം ഇനി നമുക്ക് ഒരുപാട് സമയമില്ല. അപ്പോൾ ഉള്ള സമയം നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ടത് നമ്മളുടെ ഒരു നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ. അതായത് നമ്മൾ ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം അങ്ങിരുന്ന് പഠിക്കുക എന്നുള്ളതാണോ? അല്ല, കറക്റ്റായിട്ട് ഓരോന്നിനും എത്ര സമയം വേണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങളെ കൊണ്ട് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നത് എത്രത്തോളമാണോ, നിങ്ങളുടെ ബെസ്റ്റ് എത്രയാണോ അത് കറക്റ്റായിട്ട് നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യുക, ഓർഗനൈസ് ആക്കി വെക്കുക. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് ആദ്യമേ പ്ലാൻ ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് എന്താണ്, ഫോക്കസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നമ്മളൊരു പഠിക്കാനിരിക്കുന്ന ആ ഒരു സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാനുള്ള സമയമല്ല അല്ലേ. ബ്രേക്ക് ടൈം നമുക്ക് അത് കഴിയുമ്പോൾ കിട്ടിക്കോളും. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ ഇരിക്കുന്ന ആ ഒരു സമയം നമ്മൾ അത്രയും ഫോക്കസ്ഡ് ആണ് നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ മാത്സ് ആണെങ്കിൽ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സയൻസ് ഒക്കെ ആണെങ്കിൽ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷനും ഫോക്കസും അതിലേക്ക് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ നമ്മൾ പഠിക്കാനിരിക്കുന്ന ആ ഒരു സമയം നമുക്ക് പ്രൊഡക്ടിവിറ്റി വേണം. എന്താ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു റിസൾട്ട് വേണം. ആ ഒരു രീതിക്ക് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇന്നത് പഠിച്ചു, അത് നിർത്തി വെച്ച് നമ്മൾ അടുത്തത് പഠിച്ചു, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ കുറച്ച് നേരം പഠിക്കുന്നു, പിന്നെ നമ്മൾ കുറച്ച് വേറൊരു സമയം നോക്കി പഠിക്കുന്നു. അങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ലാതെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോറടിക്കും. പിന്നെ നമുക്ക് ആ ഒരു പഠിക്കാനുള്ള ഒരു ഉന്മേഷം പോകും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി ഇന്നൊരു സമയം ഫിക്സ് ചെയ്യുക. ആ ഒരു സമയത്ത് നമ്മൾ പഠിക്കുക. ബ്രേക്ക് എടുക്കേണ്ട ഒരു സമയം ഫിക്സ് ചെയ്യുക. ആ ഒരു സമയത്ത് നമ്മൾ ബ്രേക്ക് എടുക്കുക. അപ്പോൾ അതെന്താവും, പതുക്കെ ഒരാഴ്ചയും കൊണ്ടൊക്കെ തന്നെ അത് നമ്മളുടെ ഒരു റുട്ടീനായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ വെറുതെ അത് കുറേ പ്രാവശ്യം ബൈഹാർട്ട് ചെയ്യുകയാണോ ചെയ്യേണ്ടത്? അല്ല, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്താണ് ആ ഒരു ടോപ്പിക്ക്, എന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് നമ്മൾ വളരെ വൃത്തിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ ഏറ്റവും മേജറായിട്ട് എന്താണ്, പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഇങ്ങനെ പല തവണ ചെയ്യുന്നതനുസരിച്ച് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താവും, നമ്മുടെ ബ്രെയിനിലേക്ക് പെട്ടെന്ന് ഫീഡാവും. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് കുറേ പ്രാവശ്യം നമുക്ക് എത്രത്തോളം തവണ റിവൈസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കുഞ്ഞു ടിപ്സാണ്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ എക്സാമിൻ്റെ ഈ ഒരു ദിവസങ്ങൾ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ എന്നിട്ടും ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടും കുറേ ഇനിയും എന്താണ്, എങ്ങനെയാണ് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ മിസ് പറഞ്ഞു പ്ലാൻ ചെയ്യണം അല്ലേ, ടൈം മാനേജ് ചെയ്യണം, ഇങ്ങനെയൊക്കെ മിസ് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു ബുദ്ധിമുട്ട്, ഒരു ടെൻഷനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനർ ഫാമിലി ഇവിടെ റെഡിയാണ് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ റെഡിയാണ്. സോ ഇന്നതാ സൺഡേ കറക്റ്റ് നമ്മളുടെ ഈ താഴെ കാണുന്ന സമയത്ത് നമ്മളുടെ ചാനലിൽ അടിപൊളി ഒരു ലൈവ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈവ് നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യുക. ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ ഈ ഒരു പ്ലാനിങ്ങും ടൈം മാനേജ്മെൻറ്റും ഒക്കെ ഓർഗനൈസും പിന്നെന്താണ് ഫോക്കസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ മിസ് പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ഉൾപ്പെടുത്തി തന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു സ്റ്റഡി ചാലഞ്ച് അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് റിവീൽ ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന് വൈകുന്നേരം. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ഒരു ലൈവ് എന്തായാലും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ടെൻഷൻസോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ എക്സാം എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ലൈവ് മിസ് ചെയ്യാതെ തന്നെ അറ്റൻഡ് ചെയ്യുക. എല്ലാവരും ലൈവ് അറ്റൻഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് ഈ വീഡിയോയുടെ താഴെ മിസ്സിന് ഒരു കമൻറ്റ് തരിക. ഓക്കെ, അപ്പോൾ ഈ താഴെ കാണുന്ന സമയത്തായിരിക്കും നമ്മുടെ ലൈവ് നടക്കുന്നുണ്ടാവുക. എല്ലാവരും ഡു അറ്റൻഡ്, ഡോണ്ട് മിസ് ഇറ്റ്. താങ്ക് യു.